അദ്ദേഹം മായാജാലം സൃഷ്ടിച്ച ആ കാലത്തെക്കുറിച്ച് സിനിമകളിലെ ഏറ്റവും ഹിറ്റായ ഒരു ചിത്രമാണ് ജെന്റിൽമാൻ. ചിക്കുപുക്ക് ചിക്കുപുക്ക് റെയിലേ എന്ന് പറയുന്ന പാട്ട് അറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ശ്രീ സുരേഷ് പീറ്റേഴ്സ് മനോഹരമായി ആലപിച്ച ആ ഗാനം വീണ്ടും ഇവിടെ പാടാൻ എത്തുന്നു ജീവൻ. ഇവനെ കാണാൻ ഒരു ജീവനില്ലെങ്കിലും പാട്ടിനുണ്ടായിരുന്നു. അസാധ്യം. ശ്യാമാംബരം നീലേ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കനമാനോടുമ്പോൾ കണ്ടാൽ മരമലിയും ചന്ദ്രകാന്തക്കല്ല്. എനിക്ക് ഇയാളുടെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഭയങ്കര ഇഷ്ടമായി. ജീവൻ കുറച്ചും കൂടി മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ് പാടുന്നത്. ജീവൻ, ഇതെന്താ ഒരു കടുങ്കെട്ട്, അതിന് മേളിൽ വേറെ കെട്ട്. ജീവൻ, ഞാൻ വളരെ എന്താ പറയാ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ആ ഒരു പാട്ട് ജീവൻ പാടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് വിൽ സ്പീക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ചിക്കുപുക്ക് റൈലേ അട കലക്കത്ത് പാടുവ സ്റ്റൈലേ സിക്കുവര മയിലേ അട ഓക്കെ നാ അടിദൂലേ. கலக்குது பாரி பஸ்டைல சுக்குவார மயில இவ ஓகே நான் அடி தூள சிக்கு புக்கு ரயில கலக்குது பாரி பஸ்டைல சுக்குவார மயில இவ ஓகே நான் அடி தூள சின்ன பொண்ணு இவ படிப்பது ராஜா மனசையெல்லாம் செலவு செய்யும் சற்று நீளம் இவ பால் வயிறுருவாச்சா வயசு பசங்கள விழியில புடிச்சா சிக்க புக்கு ரயில கலக்குது பாரி பஸ்டைல சிக்குவார மயிலே இவ ஓகே நான் அடி தூள. நாங்க சைக்கிள் ஏறியே வந்தாக்கா இவ மோட்டர் பைக்கு தான் பார்ப்பீங்க. நம்ம மோட்டர் பைக்கில் வந்தாக்கா இவ மருதுக்கு மாறுவீங்க. நாங்க ஜீன்ஸ் பேண்ட் தான் போட்டாக்கா இவ பேக்கி பேண்ட் தான் பார்ப்பீங்க. நாங்க பேக்கி பேண்ட் தான் போட்டாக்கா இவ வெட்டியத்தை தேடுவீங்க. ஒண்ணுமே விவரங்கள் புரியல, எனக்கு பிடிக்குமோ தெரியல. அம்புகள் 1000 அடிச்சாச்சு, மொத்தத்தில் பைத்திய பிடிச்சாச்சு. சிக்கு புக்கு ரயில கலக்குது பாரி பஸ்டைல சிக்குவார மயிலே இவ ஓகே நான் அடி தூள. சிக்கு புக்கு ரயில கலக்குது பாரி பஸ்டைல சிக்குவார மயிலே இவ ஓகே நான் அடி தூள.
வந்தாச்சு இப்ப குழம்பி குழம்பி தான் மூடி போச்சு மாறி வந்தா திரும்ப வருமா உங்க அப்ப தேடுவாமா பிள்ளை குறி அதிகம் கேட்கலாமான் பிள்ளை அத வச்ச பின்புதான் பூமால அப்படி ஒரு அவதியேமா இப்பவ கிடைச்சதல பெண்ணா நிக்கலாம் செலவின்றி மன பெண்ணா புறம் அவஸ்தைகள் கிடையாது அப்பனின் சேமிப்பும் கரையாது சிக்கு புக்கு ரயிலே ரயிலே கலக்குது பாரு இவ ஸ்டைலே ஸ்டைலே சிக்கு வார மயில இவ ஓகே நான் அடிதூள சிக்கு புக்கு மனசையெல்லாம் செலவு செய்யும் சுட்டு நீளம் இவ பார்வையில் உருவாச்சா வயசு பசங்களை விழியில போடுச்சா சிக்கு புக்கு ரயிலே ரயிலே கலக்குது பாரு இவ ஸ்டைலே ஸ்டைலே சிக்கு வார மயில இவ ஓகே நான் அடிதூள சிக்கு புக்கு ரயிலே ரயிலே கலக்கிது பாரி வசைலே சைலே சிக்கு வார மயில இவ ஓகே நான் அடிதூள ജീവൻ മൈ ഗോഡ് വാട്ട് ദിസ് ഈസ് ദി എനർജി ഈ എനർജിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഫ്രം എവറി കണ്ടസ്റ്റന്റ് ദിസ് വാസ് ട്രൂലി ബ്രില്യൻറ്റ് ഇത് ഈ പാട്ട് അത്ര ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടൊന്നുമല്ല ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ആൻഡ് ആ പാട്ടിൻ്റെ സ്പിരിറ്റ് നോട്ട്സ് ഓരോ കാര്യങ്ങളും സുരേഷ് പീറ്റേഴ്സ് പാടിയ ഓരോ കാര്യങ്ങളും എവറിത്തിങ് യു ലേൺ പ്രോപ്പർലി എനിക്ക് അവസാനം അത് ഹൂ കെയർസ് യാ ഡോണ്ട് വറി ഐ ഡോണ്ട് കെയർ യു സാ മറ്റേതൊക്കെ യു സാ 100% നോ ഒരു സ്ഥലത്ത് മിസ് ചെയ്തെന്ത് സോ വാട്ട് ഐ മിസ്ഡ് സോ വാട്ട് സൂപ്പർ ഭയങ്കര എനർജി ദ ഓൺലി തിങ് ഐ ക്യാൻ സേ എന്തോ കമോൺ ഗൈസ് എന്തോ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഐ തിങ്ക് അത് ശരിയായില്ല എന്തോന്നോ എന്തോ ഐ ഡോണ്ട് നോ എന്ത് പറഞ്ഞെന്ന് ഒരു വ്യക്തമായിരുന്നില്ല ബട്ട് ഇത് ട്രൂലി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് പിന്നെ എനിക്ക് ഓഫ് കോഴ്സ് വി ഹാവ് ടു റിമെമ്പർ സോ മെനി പീപ്പിൾ നൗ ദ വൺ ആൻഡ് ഓൺലി റഹ്മാൻ AR റഹ്മാൻ അതായത് ഇത് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 93 ഓർ സംതിങ് അല്ലേ 93 ഇങ്ങനെ ഒരു പാട്ട് ആലോചിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ഈ ലൂപ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എവറിത്തിങ് ഇസ് പ്രോഗ്രാംഡ് എല്ലാം പുള്ളി സ്വന്തം പ്രോഗ്രാം ചെയ്ത് ആൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഇന്ത്യൻ മ്യൂസിക് കേൾക്കാത്ത ഒരു സംഭവമാണ് ആദ്യം ചെയ്തത് സോ ദാറ്റ് ഇസ് വൈ അതുകൊണ്ടാണ് AR റഹ്മാൻ അവിടെ നിൽക്കുന്നത് സോ ആഫ്റ്റർ റോജ ആൻഡ് ദിസ് കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് ഈ പാട്ട് സുരേഷ് പീറ്റേഴ്സ് എന്നുള്ള ഒരു സിംഗർ ഒരിക്കലും അയാൾ സിംഗർ ആവുന്നില്ല അയാൾ ഡ്രമ്മറാണ് ഒരിക്കലും സിംഗർ ആവുമെന്ന് പ്രോബ്ലി നെവർ തോട്ട് ബട്ട് ടു മേക്ക് സുരേഷ് സിംഗ് ലൈക്ക് ദാറ്റ് ഒരു മേ ബി മൈക്കൽ ജാക്സൺ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരിക്കും ബട്ട് ടു ഗെറ്റ് ഓൾ ദാറ്റ് എന്തൊരു തരംഗമായിരുന്നു ആൻഡ് താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് ബാക്ക് ആ ഒരു പീരിയഡ് യു ആർ ബ്രില്യൻറ്റ് because she was more a part of Rahman in that period. So, and അതാണ് ജീവൻ. അന്ന് ആ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതേ എക്സൈറ്റ്മെന്റ് ജീവൻ തന്നു പാടി. ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടപ്പോ. ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ പാട്ട് പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ എനർജി ചിലപ്പോൾ ചീറ്റിപ്പോകും ശരിക്കും പാടിയില്ലെങ്കിൽ. അത് ജീവൻ, അതാണ് ജീവൻ, ഒരുപാട് ജീവൻ നൽകിയാണ് പാടിയത്. ആൻഡ് the audience was superb കേട്ടോ. ഓഡിയൻസ് കലക്കി, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അല്ല ഡാൻസ് ഒക്കെ ഉഗ്രനായിരുന്നു കേട്ടോ. അന്നത്തെ റഹ്മാൻ എങ്ങനെയായിരുന്നു? 92-93 റഹ്മാൻ ഇതുപോലെ ഒരു പ്യൂണി, ഇപ്പോഴും അങ്ങനെ തന്നെ.
ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം റഹ്മാൻ എന്താ വെച്ചാൽ ഹീസ് നോട്ട് ചേഞ്ച്ഡ് എ ബിറ്റ്. ഈയിടയ്ക്ക് കണ്ടപ്പോഴും സെയിം അന്ന് 91 എപ്പോൾ കണ്ട അതേ റഹ്മാൻ തന്നെയാണ് ഇപ്പോഴും. ഓൺലി തിങ് അങ്ങനെ കാണാൻ കിട്ടണില്ല, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ട്, ആ റോജ കഴിഞ്ഞ ഇടയ്ക്ക് റഹ്മാൻ, റോജയ്ക്ക് മുമ്പേ ഞാൻ ഒരുപാട് ജിംഗിൾസ് പാടിയുന്ന സമയം. അപ്പോൾ ആ റോജ പടം വന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മേ ബി ഒരു പടം പണിയിട്ട് ഐ ഡോണ്ട് തിങ്ക് ഞാൻ മ്യൂസിക് കമ്പോസ് പണ്ണു, അങ്ങനെയാണ് പറഞ്ഞത്. പറഞ്ഞ ആള് അതാണ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഈശ്വരനെ അനുഗ്രഹിച്ച് വിട്ടേക്കാണ് ഇങ്ങോട്ട് ഒരുപാട്. ഐ തിങ്ക് ആ ഒരു ബ്ലെസ്സിങ് കൈവച്ച് അനുഗ്രഹിച്ച എനിത്തിങ് ഇസ് ജീവൻ നന്നായിരുന്നു. ജീവൻ എനിക്ക് ആദ്യത്തെ ഓക്കെ മാത്രമേ ഉള്ളൂ, എനിക്ക് ഓക്കെ അല്ലാണ്ടിരുന്നത്. അതിനകത്തൊരു അനാവശ്യ ഘടകം ഉണ്ടായിരുന്നു, അത് മറക്കാം നമുക്ക്. അനാജ് പറഞ്ഞാൽ ഇട്ടുകളായി. അല്ല, എൻഡിങ് മോൻ അവിടെ നിന്ന് ചാടി വന്ന് ക്ഷീണിച്ചത് അഡ്ജസ്റ്റ് ചെയ്തു, എങ്ങനെ പിന്നെ ഇട്ട് ആട്ടി ആട്ടി ആ ക്ഷീണത്തിനെ അങ്ങ് അതിജീവിച്ചു. അതെനിക്കിഷ്ടമായി, ആ ഒരു ബ്രില്യൻസ്. അവിടെ നീട്ടി പിടിച്ചിട്ട് തെണ്ടിപ്പോയെന്നെ, പോട്ടെ കുഴപ്പമില്ല. പിന്നെ അനാജി പറഞ്ഞ പോലെ മറന്നുപോയി. മറക്കാത്ത എന്താണുള്ളതല്ലേ, ഭാര്യമാരെ തന്നെ മറന്നു പോകുന്നു ചിലർ അല്ലേ. അത് പറ്റില്ല പേടിച്ചിട്ട്. അപ്പോൾ ജീവൻ നന്നായിരുന്നു മൊത്തത്തിൽ. അത് നജുരാജ് പറഞ്ഞു. ഡാൻസൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തല്ലോ, എന്താണ് ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തോ? ജന്മന വന്നതാണോ പാട്ടിന്റെ അതോ ഡാൻസറായിട്ട് വരാനിരുന്നിട്ട് പാട്ടുകാരനായിട്ട് മാറിയതാണോ? അല്ല അല്ല ഒരിക്കലല്ല. പിന്നെ പാട്ടുകാരനാണെന്നാണ് ആഗ്രഹം. ഇനി ഡാൻസർ ആവുമോ? ഇല്ല, ഡാൻസർ ആകില്ല. എന്തേ ആവാത്തെ? പാട്ടാ ഇഷ്ടം. പിന്നെ എന്തിനാ ഡാൻസ് ചെയ്തത്? അത് സോങ്ങിൽ ഇൻവോൾവ് ആയി ഇപ്പോൾ അറിയാതെ ചെയ്തു. ഒരിക്കലും ഇൻവോൾവ് ആകരുത്. പാട്ട് ചുമ്മാ പാടിയേക്ക, എന്തിനാ ഇൻവോൾവ് ആവുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞ പോലെ നന്നായിരുന്നു കേട്ടോ, എല്ലാം ചെയ്യാം. എനിക്ക് ജീവന്റെ ഡാൻസ് ഒന്നും കാണണമെന്നൊരാഗ്രഹം. എന്തെങ്കിലും സുശാന്തേ ആ ഇന്നലൂടെ പ്ലേ ചെയ്ത് കൊടുത്തേക്ക്, എന്താണ് വേണ്ടെന്ന് വെച്ചാൽ കുട്ടി ചെയ്യട്ടെ. നന്നായിരുന്നു ജീവൻ. ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല സർ. എന്തേ? പഠിച്ചൂടെ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ജീവൻ നന്നായിട്ട് പാടുന്നുണ്ട്. തൊണ്ട ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കൊരു വോക്കൽ ട്രെയിനറുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഷെഡ്യൂളിൽ. അത് നല്ലൊരു എഫക്റ്റ്. അദ്ദേഹം ഡാൻസാണോ പഠിപ്പിച്ചതെന്ന് ഇവിടെ? അല്ല, അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗ ക്ലാസ്സും ഒരു എനർജി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ജീവൻ എനിക്ക് പാടിയ എൻ്റെ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. അപ്പം അത് തെലുങ്കിലും മലയാളത്തിലും ജീവനാണ് പാടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ. ശിവനെ ഞങ്ങളൊക്കെ മറന്നു കേട്ടോ. കാര്യം ജീവൻ ഇത്രയും കിടന്ന് തുള്ളിച്ചാടിയിട്ട് അവിടെ ചിക്കുബുക്ക് അതിലങ്ങ് മുങ്ങിപ്പോയി. എങ്കിലും നന്നായിരുന്നു. തുടക്കം ഇട്ട് കൊടുത്തു. ഐശ്വര്യമായിട്ട് ഗണപതിക്ക് വെച്ചത് ചിമ്മുവാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ജീവൻ പൊളിച്ചടുക്കിയല്ലോ. എന്താണ് ചിമ്മൂന് ഒരു നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാരും. സ്കോർസ് അറിയാം. സുജാ ചേച്ചി 28 on 30. ശരത് സർ 28 on 30 again. Srini sir 29 on 30. 90ൽ 85 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത് ജീവൻ.
ഓക്കെ, ഇനി ഓവറോൾ പെർഫോമൻസിന് മൂൺ വാക്കിനൊക്കെ എത്ര കിട്ടിയെന്ന് നോക്കാം. ഡെഫിനറ്റ്ലി 9 on 10 ആണ് ലഭിച്ചിരിക്കുന്നത്. സോ യുവർ ഓവറോൾ സ്കോർ ഇസ് 94 on 100. 80കളിൽ തമിഴിൽ പുറത്തിറങ്ങിയ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പുന്നകൈ മന്നൻ.